ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇറാന് കനത്ത പ്രഹരമേൽക്കുന്നതും ഇറാൻ ക്ഷയിക്കുകയാണോ എന്നീ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തതാണ്. കഴിഞ്ഞ 6 ദിവസത്തെ ആക്രമണത്തിൽ ഇറാന് മാരക പ്രഹരമേറ്റിട്ടുണ്ട്. അതേക്കുറിച്ച് ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി ചോദിക്കാനുള്ളത്, ഈ പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷഭീതി പരത്തി അമേരിക്കയും ഇറാനും തമ്മിൽ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടരുമ്പോൾ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശവപ്പെട്ടിയിൽ കിടക്കുന്ന രീതിയിലുള്ള കൂറ്റൻ ബിൽബോർഡ് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ ഇൻക്വിലാബ് സ്ക്വയറിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരായ രാഷ്ട്രീയ പ്രചാരണങ്ങൾക്കായി ഇറാൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ഇടമാണല്ലോ ഈ ഇൻക്വിലാബ് സ്ക്വയർ. നേരത്തെ അമേരിക്കൻ യുദ്ധക്കപ്പലിന് നേരെയുള്ള ആക്രമണത്തിൻ്റെ പോസ്റ്ററുകളും ഖമനയുടെ മരണത്തിന് പ്രതികാരം ചെയ്യാനുള്ള ആഹ്വാനങ്ങളുമെല്ലാം ഇവിടെ പലതവണ പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട്. അവിടെ തന്നെയാണ് പേർഷ്യൻ, ഇംഗ്ലീഷ് ഭാഷകളിൽ "ഞങ്ങൾ ട്രംപിനെ കൊല്ലും" എന്നെഴുതിയ ബിൽബോർഡിൽ കഴിഞ്ഞ ഫെബ്രുവരി 28-ന് മിനാബിലെ സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ ഓർമ്മയ്ക്കായുള്ള സന്ദേശവും രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ഇറാൻ തയ്യാറാക്കിയ കൊല്ലേണ്ടവരുടെ ലിസ്റ്റിലും ട്രംപ് ഉൾപ്പെട്ടിരുന്നതാണ്. ഇറാൻ എന്ത് ഭാവിച്ചായിരിക്കും ഇങ്ങനെയുള്ള പ്രകോപനങ്ങൾ മുഴക്കുന്നത്? അമേരിക്കയുടെ കനത്ത ആക്രമണത്തിൽ ഇറാന് വലിയ തകർച്ച ഉണ്ടാകുമ്പോഴും ഇത്തരം ഭീഷണി കൊണ്ട് എന്താണ് ഇറാൻ ലക്ഷ്യമിടുന്നത്? ഇൻക്വിലാബ് സ്ക്വയർ വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. സെൻട്രൽ ഇറാനിലെ ഒരു ചത്വരമാണ് ഈ പറയുന്ന വിപ്ലവത്തിൻ്റെ ഒരു സ്ക്വയർ. വിപ്ലവമാണല്ലോ ഇൻക്വിലാബ്. അപ്പോൾ ഇൻക്വിലാബ് സ്ക്വയറിലാണ് ഇറാൻ അതിൻ്റെ പ്രചരണത്തിൻ്റെ, അതായത് അമേരിക്ക വിരുദ്ധ, ഇസ്രയേലി വിരുദ്ധ പ്രചരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വേദിയായി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഹ്യൂജ് ബിൽബോർഡ്സ്, അവിടെ ആൻറ്റി അമേരിക്കൻ റെറ്ററിക്, അത് വാചകങ്ങളായി, അത് ചിത്രങ്ങളായി, അത് ഓർമ്മപ്പെടുത്തലായി, അത് മുദ്രാവാക്യങ്ങളായി, കവിതകളായി എല്ലാം പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്ഥലമാണ്. 3 പ്രധാന റോഡുകൾ സംഗമിക്കുന്ന ഒരു സ്ക്വയറാണ്. ആ ഒരു ഇൻക്വിലാബ് സ്ക്വയറിൽ കഴിഞ്ഞ ദിവസം നാടകീയമായി ഒരു വലിയ ഗ്രാഫിറ്റി അല്ലെങ്കിൽ വലിയൊരു ബിൽബോർഡ് പ്രത്യക്ഷപ്പെടുകയാണ്. അത് ഡൊണാൾഡ് ട്രംപിനെ ഒരു ശവപ്പെട്ടിയിലാക്കി വെച്ചിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് എന്ന 1ാം നമ്പർ ശത്രു ഡൊണാൾഡ് ട്രംപിനെ ശവപ്പെട്ടിയിൽ കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു സന്ദേശം നൽകുകയാണ്, ഒരു ഫിയർ സൈക്കോസിസ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ വാർഫെയർ ആണ്. അമേരിക്ക ചെയ്യുന്നതും അതുതന്നെയാണ്. ഇറാൻ്റെ സംസ്കാരത്തെ ചുട്ടു നശിപ്പിക്കും, ഇറാനിൽ ഒരു പുല്ലുപോലും കിളുക്കാത്ത രീതിയിൽ തങ്ങൾ കംപ്ലീറ്റ്ലി നിരപ്പാക്കി കളയും, ഒരു ജനതയെ തന്നെ ഉന്മൂലനം ചെയ്ത് കളയുമെന്ന രീതിയിലുള്ള വലിയ 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 ജിങ്കോയിസം അല്ലെങ്കിൽ വലിയ വാഗ്ധോരണികളാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. സമാനമായ രീതിയിൽ അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ ഇതെല്ലാം ഒരുതരം വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ പേർഷ്യൻ ഭാഷയിലും ഇംഗ്ലീഷിലും ട്രംപിന് മനസ്സിലാകുന്ന രീതിയിൽ അമേരിക്കൻ മാധ്യമങ്ങൾക്ക്, ലോകമാധ്യമങ്ങൾക്ക്, പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് ഒപ്പിയെടുക്കാവുന്ന രീതിയിൽ ഈ ചിത്രങ്ങൾ വരികയാണ്. അതുമാത്രമല്ല, മിനാബിലെ സ്കൂളിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ, 140-ൽ പരം കുഞ്ഞുങ്ങൾ ഫെബ്രുവരി 28-ാം തീയതി കൊല്ലപ്പെട്ടത് അമേരിക്കൻ ആക്രമണത്തിലാണ് എന്ന് കൃത്യമായി, അത് ലക്ഷ്യം തെറ്റി വീണ മിസൈലോ അല്ലെങ്കിൽ ഒരു അപകടം എന്ന രീതിയിലോ ഒക്കെയാണ് അമേരിക്ക അതിനെ തുച്ഛീകരിച്ച് കാണുന്നതെങ്കിലും ഒരു വൈകാരികമായ ഒരു യുദ്ധമുറയായി ആ മിനാബിലെ ആക്രമണത്തെ കാണുകയാണ്. ആ കുട്ടികളുടെ ചിത്രങ്ങൾ ഈ മതിലുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അത് മാത്രമല്ല, ഇറാൻ നെഗോഷിയേറ്റിംഗ് ടീം ജനീവയിലേക്ക് പോയപ്പോൾ, ചർച്ചകൾക്ക് വേണ്ടി പോയപ്പോൾ, യഥാർത്ഥത്തിൽ ഈ വിമാനത്തിൽ ഈ മരിച്ചുപോയ വിമാനത്തെ സീറ്റുകളെല്ലാം വലിയ വിമാനമാണ്. ആ സീറ്റുകളിലെല്ലാം തന്നെ ഈ മരണപ്പെട്ട കുട്ടികളുടെ സ്കൂൾ ബാഗുകൾ, പേരുകൾ എല്ലാം ഡിസ്പ്ലേ ചെയ്ത് വെച്ചുകൊണ്ട് അതൊരു മാധ്യമങ്ങൾക്ക് ഒരുപക്ഷെ ലോക ജനതയുടെ മനസാക്ഷി ഉണരുന്ന രീതിയിൽ, മനസാക്ഷിയെ തൊടുന്ന രീതിയിൽ അത് ഒന്ന് ദ്യോതിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഡൊണാൾഡ് ട്രംപിനെ സ്പെസിഫിക്കായി ടാർഗറ്റ് ചെയ്യുന്നു. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സ്പെസിഫിക്കായി ടാർഗറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് യുദ്ധത്തിൽ ആദ്യ കാഷ്വാലിറ്റി ട്രൂത്താണ്, സത്യമാണ്. യുദ്ധത്തിൽ ആദ്യം കൊല്ലപ്പെടുന്നത്, മരണപ്പെടുന്നത് എന്നാണല്ലോ പ്രമാണം. ഇവിടെയും ചില വീരവാദങ്ങൾ പറയുന്നു എന്നതല്ലാതെ ഈ വസ്തുതകളെ അല്ല പറയുന്നത്. കാരണം വസ്തുതകൾ ചിലതുണ്ട്, പക്ഷേ വസ്തുതകൾക്കൊരു നിറം കൊടുക്കുകയാണ്. കുട്ടികൾ കൊല്ലപ്പെട്ടു, പക്ഷേ അതിനൊരു നിറം കൊടുക്കുകയാണ്. തീർച്ചയായും അതൊരു തന്ത്രം എന്ന നിലയിൽ ഇറാൻ അത് ഉപയോഗിക്കുന്നു. അതിനുള്ള സ്ഥലമാണ് ഈ സ്ക്വയറുകൾ. അതായത് ടെഹ്റാനിലെ ആ ഒരു സ്ക്വയർ ഒരുപക്ഷെ നമുക്കറിയാമല്ലോ, നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഡൂംസ്ഡേ ക്ലോക്ക് ഉണ്ടല്ലോ, അതായത് ഇസ്രയേലിൻ്റെ നാശം
ഒരു നിശ്ചിത വർഷത്തിൽ ഇസ്രയേൽ ഭൂമുഖത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും. അതൊരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിൽ ഒരു ഡൂംസ് ഡേ ക്ലോക്ക് ഇറാൻ സ്ഥാപിച്ചുകൊണ്ട് ഒരു നിശ്ചിത വർഷത്തിൽ നിന്നും പിന്നോട്ട് വന്ന് അത് അവസാനിക്കുന്ന നിമിഷം ഇസ്രയേൽ എന്ന ജൂതരാഷ്ട്രം ഭൂമുഖത്ത് നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടുകയാണ്. ഇതൊക്കെ ഇറാൻ്റെ പ്രതിജ്ഞയുടെ രൂപത്തിൽ വരികയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ വിശകലനം ചെയ്യേണ്ടത്? ഒരു ജനതയെ അതിൻ്റെ ആത്മവീര്യം ഉണർത്തി നിർത്താൻ എപ്പോഴും ഈ ശത്രുവിനെ ചൂണ്ടിക്കാണിച്ചെങ്കിൽ മാത്രമേ ഒരു ജനതയെ ഒരുമിപ്പിച്ച് നിർത്താൻ, ഒരു രാജ്യം ചിതറിപ്പോകാതെ അതിൻ്റെ ജനതയെ ഒരുമിപ്പിച്ച് നിർത്താൻ ഏകാധിപതികൾ ഉപയോഗിക്കുന്നതും ജനാധിപത്യവാദികൾ ഉപയോഗിക്കുന്നതും ഒരേ മാർഗമാണ്. അത് ഒരു ശത്രു ഉണ്ടാവുക. ഇപ്പോൾ അമേരിക്കൻ ജനതയെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഇന്നത്തെ ഒരു ഘടകം ചില പെർസീവ്ഡ് ത്രെട്ടാണ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ പ്രതാപം അസ്തമിക്കുന്നു. ആരൊക്കെയോ അമേരിക്കയുടെ പ്രതാപം കവർന്നെടുക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് നമ്മൾ സംഘടിച്ച് നിൽക്കുക. അപ്പോൾ അമേരിക്കയുടെ വീര്യം കൂട്ടാൻ വേണ്ടി ട്രംപ് പറഞ്ഞ കാര്യമാണ്. അതിൽ കുറേയൊക്കെ ഭാഗികമായ ശരികളുണ്ട്, പക്ഷേ പൂർണ്ണമായും അത് ശരിയല്ല. മാഗായിക്ക് വേണ്ടി നടത്തുന്നത് അമേരിക്കയെ കൂടുതൽ ബലഹീനമാക്കുന്ന, ആത്യന്തികമായി ബലഹീനമാക്കുന്ന നടപടികളാണ് ട്രംപ് എടുക്കുന്നത് എന്നത് വലിയ രീതിയിൽ അമേരിക്കൻസ് ഇപ്പോൾ തിരിച്ചറിയുകയും ചെയ്യുന്നു. പക്ഷേ യുദ്ധത്തിനിടയ്ക്ക് കാര്യമായ ഒരു മാറ്റം അമേരിക്കൻ ജനതയെ കൊണ്ടുവരാനാവാത്തത് കൊണ്ട് ഒരുപക്ഷെ അമേരിക്കൻ ജനത സംയമനം പാലിക്കുന്നു. അതേപോലെ തന്നെ നമുക്കറിയാമല്ലോ, ഹിറ്റ്ലറിൻ്റെ കാലത്ത് ജൂതന്മാർക്കെതിരെയുള്ള ഒരു നീക്കം, ജൂതന്മാർ ചെറിയൊരു കമ്മ്യൂണിറ്റി മാത്രമാണ്, ഒരു ഫിനാൻഷ്യൽ സർവീസ് നടത്തുന്ന ബ്ലേഡ് കമ്പനികൾ, ചില ബാങ്കുകൾ, ചില ധനകാര്യ സ്ഥാപനങ്ങൾ, കടം കൊടുക്കൽ നിലയങ്ങൾ ഒക്കെ നടത്തുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അവർക്ക് രാജ്യസ്നേഹമില്ല. അവർ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനിയെ ഒറ്റിക്കൊടുത്തു. അതുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടത്. അതുകൊണ്ട് ജൂതന്മാരെ തിരഞ്ഞു പിടിച്ച് കൊല്ലണം എന്ന് പറഞ്ഞ ഹിറ്റ്ലറുടെ പ്രോപ്പഗാൻഡ നന്നായി, ആ പ്രോപ്പഗാൻഡ ഗീബൽസ് നയിച്ച ആ പ്രോപ്പഗാൻഡ സംവിധാനം നന്നായി ആ പരിപ്പ് ആ ജർമ്മനിയിലെ ചട്ടിയിൽ വെന്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ജർമ്മനി രണ്ടാം ലോകമഹായുദ്ധത്തിലേക്ക് നീങ്ങിയതും ആത്യന്തികമായി അത് പരാജയത്തിൽ കലാശിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. മുസോളിനിയും ഇത് തന്നെയാണ്. ഇതുപോലെയുള്ള പ്രൊപ്പഗാൻഡ വാറുകളാണ്. സത്യങ്ങളും അർത്ഥസത്യങ്ങളും അസത്യങ്ങളും പൂർണ്ണമായി സത്യമാണ് എന്ന രീതിയിൽ വീണ്ടും 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 ആവർത്തിക്കുകയാണ്. അതേപോലെ തന്നെയാണ് എനിമിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ട്രംപിൻ്റെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ചില പരിഹാസ വാക്കുകൾ. അതുമാത്രമല്ല, അമേരിക്കൻ പതാക പലയിടങ്ങളിലും ഓപ്പണായി ഡിസ്പ്ലേ ചെയ്യുക, അതിനെ കാർപ്പറ്റായി ഉപയോഗിക്കുക, അതിന് പുറത്തുകൂടി ചവിട്ടി മാത്രമേ ആളുകൾക്ക് നടക്കാൻ പറ്റൂ, അല്ലെങ്കിൽ കയറ്റുമെത്തയായി അല്ലെങ്കിൽ ചവിട്ടടിയായി ഉപയോഗിക്കുക. അങ്ങനെ ട്രംപിൻ്റെ മുഖമുള്ള പരവതാനികൾ, ട്രംപിൻ്റെ മുഖമുള്ള കാർപ്പറ്റുകളും ചവിട്ടടികളും എല്ലാം തന്നെ അതിന് പുറത്തുകൂടി ഇറാനിയൻ ജനതയ്ക്ക് നടക്കാവുന്ന രീതിയിൽ ഒരു സൈക്കോളജിക്കൽ ഒരു തന്ത്രമാണ്. അത് ധാർമ്മികമായി ന്യായീകരിക്കപ്പെടാനാവുമോ എന്നത് മറ്റൊരു വിഷയമാണ്. കാരണം യുദ്ധത്തിൽ ഒരു ധാർമ്മികതയും ഇല്ല എന്നതാണ് വാസ്തവം. ഒരിക്കലും ഒരു ധാർമ്മികതയും ഉണ്ടായിട്ടില്ല യുദ്ധത്തിൽ. യുദ്ധം വിജയിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. അതിൽ ധർമ്മയുദ്ധം എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പം മാത്രമാണ്. ഏത് വിധേനയും തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ബലപ്രയോഗത്തിൻ്റെ പേരാണല്ലോ യുദ്ധം. അതുകൊണ്ട് ഇറാൻ ഇങ്ങനെ ഒരു വാർഫെയറിലേക്കാണ്. അതേസമയം തന്നെ ഇറാൻ ഒരു ഒലിവ് ബ്രാഞ്ചും നീട്ടുന്നു. പൂർണ്ണമായി നിസ്സഹകരണം എന്ന ഒരർത്ഥം ഇറാൻ നടക്കുന്നില്ല. അതുകൊണ്ട് അയത്തുള്ള അലി ഖമേനിയുടെ ഈ ശവസംസ്കാര ചടങ്ങുകൾ വർണ്ണാഭമായി നടത്താനും അവിടെ പരമാവധി മാസ് പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കാനും അതോടൊപ്പം തന്നെ അന്യരാജ്യങ്ങൾക്ക്, മറ്റ് രാജ്യങ്ങൾക്ക്, ഇറാൻ്റെ സുഹൃത്ത് രാജ്യങ്ങൾക്കെല്ലാം, അതുപോലെ ഇറാൻ്റെ പ്രോക്സികളായ ഹൂതീസ്, ഹമാസ്, ഹിസ്ബുള്ള റെപ്രസെൻറ്റേറ്റീവ്സ്, അതേപോലെ തന്നെ ഇറാനുമായി നിശ്ചിത അകലം പാലിക്കുകയും ആരോഗ്യപരമായ അകലം പാലിക്കുകയും എന്നാൽ ഈ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന രാജ്യങ്ങളുടെ പ്രതിനിധികളെ ഉൾപ്പെടെ ഇറാൻ ക്ഷണിച്ചു. അവരിവിടെ വന്നു. അവർക്ക് നേരിട്ട് കണ്ടു മനസ്സിലാക്കാവുന്ന രീതിയിൽ കാര്യങ്ങൾ ഒരുക്കി. അപ്പോൾ ഇറാൻ പൂർണ്ണമായി തകർന്നു എന്ന ഒരു പ്രതീതി അവിടെ വന്ന് ശവസംസ്കാര വേളയിൽ വന്ന് തിരിച്ച് അതത് രാജ്യങ്ങളിലേക്ക് പോയ ആളുകൾ കൊടുക്കാനാവില്ല. ഇത് തന്നെയാണ് ഒരു മെസ്സേജ്. അല്ലാതെ പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് ഇറാൻ അകത്ത് കടന്ന് റിപ്പോർട്ട് ചെയ്യാനാവില്ലല്ലോ. അതുകൊണ്ട് ആ രീതിയിലാണ് ഇറാൻ തന്ത്രങ്ങൾ ഒരുക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സംസാരം ഈ ഇൻക്വിലാബ് സ്ക്വയറിനെ കുറിച്ച് ആയത് യാദൃച്ഛികം മാത്രമല്ല, മറിച്ച് ഇൻക്വിലാബ് സ്ക്വയറിൽ ഒരുപക്ഷെ ബോംബ് വീണേക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊക്കെ വ്യക്തിപരമായി എടുക്കുക. ട്രംപ് ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ വ്യക്തിപരമായി എടുക്കുന്ന ഒരു സ്വഭാവം കൂടിയുണ്ട്. ഞാനാണ് നമ്പർ 1 ടാർഗറ്റ് എന്ന് അഭിമാനപൂർവ്വം പറയുകയാണ് ട്രംപ്. ഇറാൻ്റെ നമ്പർ 1 ടാർഗറ്റാണ് താനെന്നത് എന്തിന് അഭിമാനപൂർവ്വം പറയണം? ആശങ്കയാണോ അഭിമാനമാണോ അത് നമുക്കറിയില്ല. പക്ഷേ
അത് വീണ്ടും 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 ഒരു വ്യക്തി, ഇതൊക്കെ അവഗണിക്കേണ്ട കാര്യങ്ങൾ. ഇറാൻ വലിയ ശക്തിയായിട്ട് അമേരിക്ക കണ്ടില്ല എങ്കിൽ, ഇറാൻ ഭീഷണി മുഴക്കിയാൽ അത് അവഗണിക്കുക, ഒന്നും പറയാതിരിക്കുക. അവരെന്ത് വേണമെങ്കിലും പറയട്ടെ, അവരുടെ ആത്മവിശ്വാസക്കുറവ് കൊണ്ട് അവരെന്തും പറയട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം അതിന് മറുപടി കൊടുക്കുന്ന ഒരു ശീലം ട്രംപിനുള്ളത് കൊണ്ട് ഒരുപക്ഷെ ട്രംപിൻ്റെ ശവപ്പെട്ടി ഉൾക്കൊള്ളുന്ന ചിത്രം ഒരുപക്ഷെ ബോംബാക്രമണത്തിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ തകരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വാശിയും വൈരാഗ്യവും കൂട്ടുന്ന രീതിയിലുള്ള പ്രചരണ പരിപാടികൾ ആര് ചെയ്താലും അത് ആത്യന്തികമായി അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നത് തദ്ദേശീയരായ ജനങ്ങൾ ആയിരിക്കും എന്നത് നിശ്ചയമാണ്. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. എന്തായാലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ പ്രകോപനങ്ങൾ ഒന്നിനും ഒരു അവസാനമുണ്ടാക്കില്ല. പ്രകോപനങ്ങൾ ഇങ്ങനെ ഇരുകൂട്ടരും തുടരുമ്പോൾ അത് ലോകത്തിന് തന്നെ വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് സൗദിയെക്കുറിച്ച് ചർച്ച ചെയ്യാം.